കേരളത്തിലെ ആളുകളെ വാർത്ത കാണാൻ പ്രേരിപ്പിച്ച ഒരാൾ എന്നൊരു ക്യാപ്ഷൻ എപ്പോഴും കാണും. ഒരുപാട് ഫാൻസ് ഉണ്ട്, ആരാധകരുണ്ട്. സിംഗിൾ ആണോ? പള്ളി കണ്ടാൽ പ്രശ്നം, അല്ലെങ്കിൽ ഒരു കൈ കണ്ടാലൊക്കെ എങ്ങനെയാണ് കേരളത്തിൽ കുടുംബത്തോടൊപ്പം ഇരുന്നത് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് എല്ലാ ഡ്രസ്സും ഇടണം, ഞാൻ തടിച്ചിട്ടാ, പക്ഷെ എനിക്ക് ഈ ഡ്രസ്സ് എല്ലാം എനിക്ക് ചേരണം. ഇതിന്റെ പ്രശ്നം അതാ ബ്ലൗസിന്റെ ആണോ അതോ ഞാൻ ആ കർക്കിടക ദിവസം പറഞ്ഞതാണോ എന്നതാണ് എന്റെ സംശയം. സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നത് മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളത്. ദൂരദർശനിലിരുന്ന് വാർത്ത കാണുമ്പോഴത്തേക്കും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൂരദർശൻ ഇപ്പൊ എത്ര പേര് കാണുന്നുണ്ട്? ഏഷ്യാനെറ്റിൽ തുടങ്ങി ബിഗ് ന്യൂസിൽ നിൽക്കുന്ന 11 ന്യൂസ് ചാനലുകൾ ഇവിടെ ഉണ്ട്. ഇത്രയും ചാനലുകൾ വരണ്ടത് ഒരു തരുമ്പ് തന്നെ അത് ബാധിച്ചിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞ കണ്ടന്റിൽ ആർക്കും പ്രശ്നമില്ല. അവരുടെ പ്രശ്നം ആ ബ്ലൗസ് ആണ്. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ആ ഡ്രസ്സിൽ. അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് അതിന്റെ പ്രശ്നം. ഒരു മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും വേണ്ടത് മനസ്സമാധാനമാണ്. നമുക്ക് അവര് പറ്റിയില്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോവാതെ അവരെ കൂടുതൽ ശല്യപ്പെടുത്താതെ അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോവുക. ജെൻസി തലമുറയിൽ വരുന്ന പിള്ളേർ, അവർക്ക് വാർത്താബോധം ഇല്ല, അവര് റീൽസ് കണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് പറയും. ആ പിള്ളേരാണ് ജന്തർ മന്ദിറിൽ പോയി സമരമുണ്ടാക്കി ഒരു കേന്ദ്രമന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ചതല്ലേ. കേരളത്തിൽ നിന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് പോയി അവർക്ക് പിന്തുണ കൊടുക്കുകയും ഒക്കെ ചെയ്തത്. മലയാളികൾ ഭയങ്കര അടിപൊളിയാണ്. നായ കടിച്ചിട്ട് ഒരു കുട്ടിക്ക് പരുക്ക് പറ്റിയെന്നുള്ളതിന് ഞാൻ നായ കടിച്ച് കുട്ടി മരിച്ചു എന്ന് വായിച്ചു. PM സുധീരന്റെ ജന്മദിനം ചരമദിനം എന്ന് വായിക്കുന്നതൊക്കെ ആ സമയത്ത് അത് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു, അവര് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഹേറ്റേഴ്സ് ഇല്ല. പിന്നെ വേറൊന്നിന്റെയും പുറകെ പോയി വള്ളി പിടിക്കാറില്ല ഞാൻ. കരഞ്ഞോ കുഴപ്പമില്ല, പക്ഷെ സ്ഥിരമായിട്ട് കരയുന്നത് പ്രശ്നം. അങ്ങനെയൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് കരയാൻ പറ്റുമോ? നമ്മൾ ഉള്ളിൽ തട്ടി ഉള്ളിൽ കലങ്ങുമ്പോഴാണല്ലോ നമ്മള് സങ്കടം വരാം. വിവാദങ്ങൾ വേണ്ട എനിക്ക്. മനസ്സമാധാനമാണല്ലോ സമാധാനം. വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മിണ്ടുന്ന പലരും നമ്മളെ സ്വാധീനിക്കും. അങ്ങനെ ഇപ്പം സ്വാധീനിച്ച ആളുകളുണ്ട്. അവരിൽ നിന്ന് എനിക്ക് ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളോട് ക്രഷ് തോന്നിയിട്ടുണ്ടോ? മനുഷ്യനല്ലേടാ. അവരോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. മാനം പോവില്ലേ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ആങ്കർ ശ്യാമിലി ശശിധരൻ. എന്തുകൊണ്ടാ? ബെസ്റ്റ് ഫ്രണ്ടാ. ഇനിയിപ്പോ ട്രെൻഡ് ആവും ബ്ലൗസ്. ഹായ്, ഹലോ, നമസ്കാരം. സൈനസ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു മാധ്യമ പ്രവർത്തകയാണ്, സേതുലക്ഷ്മി. സ്വാഗതം. ഹലോ. സേതുലക്ഷ്മി നമ്മൾ അടിക്കുമ്പോൾ കാണുന്ന കമന്റ്സും അല്ലെങ്കിൽ പോസ്റ്ററൊക്കെ കാണുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ആളുകളെ വാർത്ത കാണാൻ പ്രേരിപ്പിച്ച ഒരാൾ എന്നൊരു ക്യാപ്ഷൻ എപ്പോഴും കാണും. ഈ ക്യാപ്ഷൻ കാണുന്ന സ്ഥലത്ത് എന്താ ശരിക്കും ഫീൽ ചെയ്യുക? ശരിക്കും കാണുമ്പോൾ സന്തോഷമൊക്കെ തോന്നും. കാരണം നമ്മൾ പറയുന്ന സാധനങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അവർക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പം അത് സന്തോഷമുള്ള കാര്യമാണ് നമ്മളെ കാണുമ്പോൾ. പിന്നെ മാത്രമല്ല, ഇപ്പം നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് കാണുമ്പോൾ ഒക്കെ നന്നായിട്ട് സംസാരിക്കുക, വാർത്ത കാണാറുണ്ട്, ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നൊരു കാര്യം, നമ്മളെല്ലാം ചെയ്യുന്നതും ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഇപ്പം നമ്മൾ ഒരു പണ്ടൊക്കെ അല്ല ഇപ്പം പറയുന്ന പോലെ നമ്മൾ മുകളിൽ നിന്ന് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ വീടിന്ന് ഒരു യൂട്യൂബറിന്റെ തലയിലായിരിക്കും. അത്രയധികം ആളുകൾ, യൂട്യൂബേഴ്സും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയില് ആളുകൾ, നമുക്ക് പരിചിതങ്ങളായ കുറെ ആളുകളുണ്ട്. അതിനിടയിൽ ഇപ്പോഴും ചാനലുകൾ നിലനിൽക്കുന്നു. ചാനലുകളിൽ എന്തോരം വാർത്താ അവതാരകരുണ്ട്, അവരെല്ലാം നിലനിൽക്കുന്നുണ്ട്. അപ്പം അവർക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നു, നമ്മളെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നു. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. കമന്റ്സിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കമന്റ്സ് ഒക്കെ വായിച്ച് സന്തോഷിക്കുന്ന ഒരാളാണോ? ഏറ്റവും കൂടുതൽ കാണുന്ന കമന്റ് എന്തായിരിക്കും? ഞാൻ അങ്ങനെ നോക്കാറില്ല. ഞാൻ കമന്റ്സ് വായിക്കുന്നത് രാവിലെ എന്റെ ഷോയിൽ മാത്രമേ ഉള്ളൂ. അപ്പം കമന്റ്സ് വായിക്കും. അതിപ്പോ നമ്മളൊരു ഫാമിലി പോലെ ആയെന്ന് തോന്നുന്നു. എല്ലാ ആൾക്കാരും എനിക്കറിയാം. സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാര്, ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവരെ വീട്ടിൽ അരക്കേണ്ട, ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ്, എന്താ ഇന്നലെ എവിടെ പോയി, പനിയാണോ, പനി കുറഞ്ഞോ, അങ്ങനെ പോലും നമുക്കറിയാവുന്ന ഒരു ഫാമിലി പോലെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ കാണുമ്പോ ഇതിന്റെ സാരീസ് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് ആണ് ഗേൾസ് എന്നില്ല ഞാൻ നോക്കാറ്. അപ്പം ഈ ഡ്രസ്സിങ്ങിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഈ ന്യൂസ് പ്രസന്റേഷനിൽ മാറ്റം വന്ന പോലെ റീഡിങ്ങിൽ ചേഞ്ച് വന്ന പോലെ തന്നെ ഈ ഡ്രസ്സിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മൾ കണ്ടത്, ഞാനത് പോസ്റ്റ് കാണിച്ചത്, എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിന് കൊടുത്ത ഇൻസ്റ്റഗ്രാമിൽ കൊടുത്ത ഒരു ക്യാപ്ഷനാ. അത് ഞാൻ കാണിക്കണ്ടേ? ഇതിന് കൊടുത്ത ക്യാപ്ഷൻ: കൊച്ചു കേരളത്തിലെ ചിലരുടെ ശ്രദ്ധ മുഴുവൻ പോയ 2 വള്ളികൾ. ഒരു വള്ളിയെ കാണുന്നുള്ളൂ. സോ അത് അതിന്റെ അടിയിലും കൊടുത്തിട്ടുണ്ട്.
അതായത് എന്റെ പ്രോബ്ലം ഈ ഒരു ഡ്രസ് അല്ല എന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കാനുള്ള ഒരു റീസൺ? അല്ല, അത് ഇത്രയധികം വാർത്തയാവുന്ന ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുകൾ ചർച്ചയാവുന്ന ചിന്തിച്ചിട്ടുണ്ട്? ഇത് ശരിക്കും പറഞ്ഞാ അതെന്താ അങ്ങനെ വിവാദമായെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല കേട്ടോ. ഞാൻ അതിന്റെ കമന്റ്സ് ഒക്കെ കുറെ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആദ്യം ഞാൻ അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടു, പിന്നെ കുറെ കണ്ടു, പിന്നെ റോസ്റ്റിംഗ് കണ്ടു. ഇതൊക്കെ കാണുമ്പോഴേ പിന്നെ നമ്മൾ ചുമ്മാ ഇരുന്ന് കമന്റ്സ് ഒക്കെ വായിക്കുമല്ലോ. അപ്പൊ അങ്ങനെ കമന്റ്സ് എല്ലാം വായിച്ച് കുറെ കഴിഞ്ഞപ്പോ വെച്ചെങ്കിൽ പിന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യാം, എന്തായാലും എല്ലാവരും കണ്ടല്ലോ. അങ്ങനെ ഇപ്പൊ നമ്മള് വാർത്ത വായിച്ചൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു 24 മണിക്കൂർ ന്യൂസ് ചാനൽ വാർത്ത വായിക്കുന്നത് മാതൃഭൂമിയിലാണ്. അപ്പൊ മാതൃഭൂമി ന്യൂസിൽ ഞാൻ വാർത്ത വായിക്കുന്ന ടൈമിൽ അവിടെ നമുക്കൊരു കൃത്യമായ ഡ്രസ് കോഡ് ഉണ്ട്. ഈ ഡ്രസ് കോഡാണ് അവിടെ വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു പേഴ്സണൽ ഡ്രസ്സൊക്കെ ഇടണമെങ്കിൽ അവിടുത്തെ കോസ്റ്റ്യൂമറോടൊക്കെ ചോദിച്ച് അനുവാദമൊക്കെ വാങ്ങിച്ചിട്ടേ നമുക്ക് അങ്ങോട്ട് വായിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയായിരുന്നു. മാതൃഭൂമിയിൽ നിന്ന് ഞാൻ ന്യൂസ് മലയാളത്തിലേക്ക് വരുമ്പം ഇവിടെ നമുക്ക് കോസ്റ്റ്യൂമറൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ആ ഡ്രസ്സ് ഇടാം. അത് ക്യാമറയ്ക്ക് ഓക്കെ ആയാൽ മതി, നമ്മൾ ഓക്കെ ആവണം. ക്യാമറയ്ക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇടാം. എനിക്ക് ഒരു ഇന്ന ഡ്രസ്സേ ഇടാൻ പാടുള്ളൂ, ഇന്ന ഡ്രസ്സ് ഇടാൻ പാടില്ല എന്നുള്ളതിൽ ഒരു റെസ്ട്രിക്ഷനേ ഇല്ല ന്യൂസ് മലയാളത്തിൽ. ഞാൻ ഭയങ്കരമായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. അത് ഇപ്പോഴെന്നല്ല, ചെറിയ കാലം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഡ്രസ്സുകൾ ഇടാനായിട്ട്. എൻ്റെ ശരീരപ്രകൃതി എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ഞാൻ എത്ര വിചാരിച്ചാലും ഞാൻ അങ്ങ് മെലിഞ്ഞു പോവില്ല. ഒരു പരിധിയിൽ കൂടുതൽ എനിക്ക് മെലിയാൻ പറ്റില്ല. വെള്ളം കുടിച്ചാലും തടിക്കും. അതെ, നല്ല മനസ്സായതുകൊണ്ട് ചെറുതായിട്ട് വെള്ളം കുടിച്ചാലും തടിക്കുന്ന കൂട്ടത്തിലാണ് ഞാനൊക്കെ മരണ വർക്കൗട്ട് എടുത്താൽ പോലും ഒരു പരിധിക്കപ്പുറം എൻ്റെ തടിയൊന്നും കുറയില്ല. വീട്ടിലും എല്ലാവരും ഞങ്ങൾ നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണ്. അപ്പം സാധാരണ എല്ലാവരും പറയുമല്ലോ, അപ്പം തടിയുള്ള ആളുകൾക്ക് ഇന്ന ഡ്രസ്സ് ചേരില്ല, അവർ ഇന്ന ഡ്രസ്സ് ചേരുള്ളൂ, അവരുടെ കൈക്ക് കുറച്ച് തടി കൂടുതലാണ്, കൈ കാണുമ്പം പ്രശ്നമാ, അങ്ങനൊക്കെ പറയും. എനിക്ക് അങ്ങനെ ആവണ്ട, എനിക്ക് എല്ലാ ഡ്രസ്സും ഇടണം. ഞാൻ തടിച്ചിട്ടാ, പക്ഷെ എനിക്ക് ഈ ഡ്രസ്സ് എല്ലാം എനിക്ക് ചേരണം. അങ്ങനെ എനിക്ക് സ്വയം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ ഡ്രസ്സും ഇടും. എനിക്ക് ചേരുവോ ഇല്ലെന്ന് ഞാൻ നോക്കില്ല, എനിക്കിഷ്ടമാണ്, എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് ഇടും. ഞാനിപ്പം ഓണേറിൽ തന്നെ ഇതേ പറയുന്ന പോലെ തന്നെ ഡ്രസ്സൊക്കെ ഇടും, എല്ലാ ഡ്രസ്സും ഇടും. ഇപ്പൊ ഈ വിവാദമായ ഡ്രസ്സ് പോലും, ഈ ബ്ലൗസ് പോലും 2 വെള്ളി, ഈ 2 വെള്ളി ഞാൻ ഇനിയിപ്പോ ട്രെൻഡ് ബ്ലൗസ് ഇത് ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നേരത്തെ ഉപയോഗിച്ചപ്പോൾ പക്ഷെ അതില് വിവാദമൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഓഫീസിന്റെ ന്യൂസ് മലയാളത്തിന്റെ 2nd ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ബ്ലൗസ് ആണത്, പറഞ്ഞു ചെയ്യിപ്പിച്ച ബ്ലൗസ്. അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ. അതെ, പക്ഷെ അന്നത് വാർത്തയായിരുന്നില്ല. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വാവ് സേതു എന്ന് പറഞ്ഞ ആളുകൾ. ഇതിന്റെ പ്രശ്നം അതാ ബ്ലൗസിന്റെ ആണോ അതോ ഞാൻ ആ കർക്കിടക ദിവസം പറഞ്ഞതാണോ എന്നതാണ് എന്റെ സംശയം. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ആ കർക്കിടക ദിവസം എന്റെ ആ ബ്ലൗസ് അത് ആരിലൊക്കെയോ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവരെല്ലാരും കമന്റ്സ് വരുന്നതെല്ലാം ബ്ലൗസ് മാത്രമാണ് അവരുടെ പ്രശ്നമല്ല, ഞാൻ പറഞ്ഞ കണ്ടന്റ് അല്ല. അതെ. അപ്പം അതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കണം. അത് തെറ്റാണ്, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അല്ലാതെ വസ്ത്രം അത് എങ്ങനെയാണ് കുടുംബത്തോടൊപ്പം ഇരുന്നത് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വള്ളി കണ്ടാൽ പ്രശ്നം, അല്ലെങ്കിൽ ഒരു കൈ കണ്ടാലൊക്കെ എങ്ങനെയാണ് കേരളത്തിൽ അതൊരു പ്രശ്നമായിട്ട് വരാന്ന് അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടേ ഇല്ല. ഇപ്പം കർക്കിടക മാസം ആണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം വിവാദത്തിനല്ലെങ്കിൽ ഞാൻ പറയാണ്, ഇപ്പം രാമായണത്തിന്റെ ട്രെയിലറൊക്കെ വരുമ്പോഴത്തേനും സായി പല്ലവിക്ക് നേരെ എന്തൊരു ട്രോളാണ്. അത് എന്തിന്റെ പേരിലാന്ന് എനിക്ക് അത് അല്ലേ, ഒരു സീതയായിട്ട് അവര് വരുന്നതിനെതിരെ അല്ലെ ഭയങ്കര പ്രശ്നമല്ലേ. അപ്പൊ ഇതൊക്കെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കൊള്ളാം, സമൂഹം അല്ലേ, 2 തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ, അത് അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. പിന്നെ ചില കമന്റ് കാണുമ്പോൾ അതിൽ കൂടുതലും ഈ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നത് അതിപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളത്. പിന്നെ അതിന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇടയിലും കുറച്ചധികം ആളുകളെങ്കിലും അതിനെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആ തരത്തിൽ കുറച്ചായിട്ടെങ്കിലും നമ്മുടെ സമൂഹം മാറി വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അതിൽ പിന്നെന്ന് വെച്ചാൽ ദൂരദർശനിൽ ഇരുന്ന് വാർത്ത കാണുമ്പോഴത്തേക്കും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൂരദർശൻ ഇപ്പൊ എത്ര പേര് കാണുന്നുണ്ട് അല്ലേ, എത്ര ആളുകൾ ഇപ്പോഴും ഇപ്പം എന്തൊരു 11 ന്യൂസ് ചാനലോ മറ്റോ ഇവിടെ ഉണ്ട്, സ്വകാര്യ ന്യൂസ് ചാനലുകൾ. ഏഷ്യാനെറ്റിൽ തുടങ്ങി ബിഗ് ന്യൂസിൽ നിൽക്കുന്ന 11 ന്യൂസ് ചാനലുകൾ ഇവിടെ ഉണ്ട്. ഇത്രയും ചാനലുകൾ വരണ്ടല്ലോ. ദൂരദർശനിലിരുന്ന് ആ ഒരു ഡെക്കോറം കീപ്പ് ചെയ്ത് പോകുന്ന വാർത്താവായനയാണ് ഇഷ്ടമെങ്കിൽ. ഞാൻ ഈ പറയുന്നതൊക്കെ ചിലപ്പം വിവാദമായിരിക്കും, പക്ഷെ എങ്കിലും
ഇതൊക്കെ എൻ്റെ തലയിൽ കൂടെ പോയ സംശയങ്ങളാ, അതല്ലാതെ ഞാൻ വിമർശിച്ച് പറയുന്നതല്ല. പക്ഷെ ഇതൊക്കെ എനിക്ക് അപ്പോഴും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംശയങ്ങളാണ്. എന്താണ് അതിന്റെ പ്രശ്നമെന്ന് എനിക്ക് പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല. ഈ ന്യൂസ് റീഡേഴ്സിന്റെ ഒരു ഭാഗ്യം കൂടിയല്ലേ, നമുക്ക് തോന്നുന്ന ഈ ഇത്തരത്തിലുള്ള സംശയങ്ങൾ കൂടി പറയാൻ പറ്റാന്ന് പറയണത്. അങ്ങനെ പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടോ ശരിക്കും ന്യൂസ് റീഡിങ്ങില്? ഇപ്പൊ ഒരു വിഷയം വരുന്ന സമയത്ത് നമ്മുടെ അഭിപ്രായം കൂടെ സംസാരിക്കാന്ന് പറഞ്ഞ ഒരു സ്പേസ് എല്ലായിടത്തും കിട്ടില്ല, പക്ഷെ ചിലയിടത്തെങ്കിലും കിട്ടും. ഇപ്പം നമ്മുടേതായിട്ടൊരു ഷോയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കതിൽ നമ്മുടെ പൊളിറ്റിക്കൽ അഭിപ്രായമാണെങ്കിലും നമുക്കത് പറയാം. വിമർശിക്കേണ്ടടുത്ത് നമുക്ക് വിമർശിക്കാം. അതിലെന്തെങ്കിലും ഇപ്പം നമുക്ക് ചുമ്മാ കയറി വിമർശിക്കാനൊന്നും പറ്റില്ല. അതിലൊരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ കയ്യിലൊരു സോളിഡായിട്ടൊരു തെളിവുണ്ടെങ്കിൽ നമുക്ക് അവരെ ഓഫ് കോഴ്സ് വിമർശിക്കാം. അതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ചാനൽ ന്യൂസ് മലയാളത്തിൽ അങ്ങനെ ഒരു പൊളിറ്റിക്കലി നമ്മൾ ആരെയും പിന്തുണയ്ക്കുന്ന കൂട്ടത്തിലേ അല്ല. അപ്പൊ അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ ചിന്തകളുള്ള ആളുകൾ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും എനിക്കിതുവരെ വന്നിട്ടില്ല. എനിക്കെന്നല്ല, ആർക്കും വന്നിട്ടില്ല. ഞങ്ങളുടെ ചാനലിൽ ആർക്കും അങ്ങനെ വന്നിട്ടില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും. ആരാധകർ ഓരോ തവണ ഓരോ ദിവസം കഴിയുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് എനിക്കറിയാം. എങ്കിലും ഏറ്റവും കൂടുതൽ ഇൻബോക്സിൽ വരുന്ന ഒരു കമന്റ് അല്ലെങ്കിൽ മെസ്സേജ് എന്തായിരിക്കും? ശരിക്കും ഞാൻ അങ്ങനെ നോക്കാറില്ല. ഇവരൊന്നും നോക്കാറില്ലേ? ഇൻബോക്സിൽ ഒന്നും അങ്ങനെ വരാറില്ല തോന്നുന്നു. അങ്ങനെ പിന്നെന്ന് വെച്ചാലേ നമുക്ക് ശരിക്കും സമയം വേണം. ഇത് നോക്കാനൊക്കെ ആയിട്ടും കൂടെ ഒരു സമയം വേണമല്ലോ. ഭയങ്കര പാക്ഡ് ആണ്. അത് ഒരു ജേർണലിസ്റ്റിന്റെ ജീവിതം എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ ഈ സമയമൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചിന്തയാ. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു 4:45 എഴുന്നേറ്റ് 6:30 എൻ്റെ ഷോ തുടങ്ങും. അപ്പം അതിനു മുൻപ് കുളിച്ച് റെഡിയായി ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഓഫീസിലേക്ക് എത്തണം, മേക്കപ്പ് ചെയ്യണം, സാരി അല്ലെങ്കിൽ എന്താ ഡ്രസ്സ് ഇടുന്നത് അത് സെലക്ട് ചെയ്യണം, അതിടണം, പോകണം. അത് കഴിഞ്ഞ് ആ ഷോ കഴിയുമ്പോഴത്തേക്കും 10 മണിയാവും. 10 മണി കഴിഞ്ഞ് ഇറങ്ങി ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ടാണ് ഞാൻ ജിമ്മിൽ പോവുക. ജിമ്മിൽ വർക്കൗട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ഒന്ന് ഫ്രഷ് ആയിട്ട് തിരികെ വീണ്ടും ഓഫീസിലേക്ക് വരണം. വേറെ അതിനിടയ്ക്ക് 1-2 ചെറിയ ഷൂട്ടുകൾ കാണും, അത് ചെയ്യണം. 5 to 7 വേറെ അടുത്ത ഷോ ഉണ്ട്, അതിന് വേണ്ടിയുള്ള റൺഡൗണും കാര്യങ്ങളും അതെല്ലാം സെറ്റ് ചെയ്യണം. അതെല്ലാം കഴിഞ്ഞ് ഒരു 7 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഹലോ മലയാളം ഉണ്ടല്ലോ. അപ്പൊ അതിനുള്ള ഗസ്റ്റ് കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ആയി അതെല്ലാം ചെയ്യണം. അതെല്ലാം ചെയ്ത് ഒരു 8-8:30 ആകുമ്പോഴത്തേക്കും ഏറെക്കുറെയൊക്കെ ഒന്ന് ഫ്രീ ആവുമായിരിക്കും. പിന്നെ ഭക്ഷണം കഴിക്കണമല്ലോ. പിന്നെ നമ്മൾ കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിരുന്നിട്ട് നാളെയും വാർത്ത ഉണ്ടല്ലോ. അപ്പം ഇന്ന് നടന്ന വാർത്തകളൊക്കെ വീണ്ടും ഒന്നുകൂടെയൊക്കെ നോക്കണം. വേറെ എന്തെങ്കിലും പുതിയത് വന്നോ നടന്നോ അതെല്ലാം ഒന്ന് നോക്കി 1-2 ആരെങ്കിലും ഒക്കെ വിളിക്കാനുണ്ടാകും. വീട്ടിലോ കാര്യങ്ങളോ ഒക്കെ വിളിക്കാനുണ്ടാകും, കാണാനുണ്ടാകും. അതെല്ലാം കഴിയുമ്പോ കിടന്നുറങ്ങാറായില്ലേ. ഇതിനിടയ്ക്ക് എവിടെ ഇൻസ്റ്റാഗ്രാം, എവിടെ ഞാൻ മാത്രല്ല എല്ലാരും ഏറെക്കുറെ എല്ലാ ഇപ്പം ഒരു ഷോ ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മാതൃഭൂമിയിലായിരുന്നു, എനിക്ക് ഇത്രയും പ്രശ്നമില്ല. മാതൃഭൂമിയിൽ ഒരുപാട് ജേർണലിസ്റ്റുകളുള്ള ആളുകൾക്കിടയിൽ ഒരാളായിരുന്നു ഞാൻ അവിടെയും മോർണിംഗ് ഷോ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ അവിടെ കുറേ ആളുകൾ, കുറേ ജേർണലിസ്റ്റുകളുണ്ട്, വലിയ ജേർണലിസ്റ്റുകളുണ്ട്. അവർക്കിടയിൽ സേതുലക്ഷ്മി. ഇപ്പൊ ന്യൂസ് മലയാളത്തിലേക്ക് വരുമ്പോഴത്തേക്കും സേതുലക്ഷ്മി ഒരു കുറച്ച് പ്രാധാന്യം അവിടെ ഉണ്ട്. പ്രാധാന്യം ഉണ്ടെന്ന് വെച്ചാൽ കുറച്ചധികം ഉത്തരവാദിത്തം എനിക്ക് മേലുണ്ട്. അവിടെ എനിക്ക് വാർത്ത അവതരിപ്പിക്കണം എന്നുള്ള എൻ്റെ ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കുറച്ചധികം ഉത്തരവാദിത്തം കൂടിയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ അതനുസരിച്ച് നമ്മളൊന്ന് ചേഞ്ച് ആവുമല്ലോ. അപ്പൊ നമുക്ക് സമയം കിട്ടാതെ വരും. ഇപ്പം ഹലോ മലയാളം സത്യത്തിൽ ഒരു വലിയൊരു വഴിത്തിരിവായിരുന്നല്ലോ. കൂടുതൽ ആളുകളിലേക്ക് എത്താനും ആ ഷോ ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊരു ടെൻഷൻ സമയം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാ അത് ആളുകൾ ഒരു വർഷം കഴിഞ്ഞപ്പോ ഏറ്റെടുത്തു എന്ന് ഞാൻ കണ്ടു. അപ്പൊ അത് ഇല്ല, എനിക്ക് ഹലോ മലയാളം ചെയ്യുമ്പോഴത്തേനും ടെൻഷനായിട്ടില്ല. ടെൻഷൻ ഇപ്പൊ പറഞ്ഞ പോലെ ഉണ്ട്. ഇത് ആളുകളിലേക്ക് അത് അവരെങ്ങനെ എടുക്കും എന്നുള്ളത്. കാരണം ഇത്രയും ചാനൽസ് ഉണ്ട്. അതിനിടയ്ക്ക് ഞങ്ങളൊരു പുതിയ ചാനലാണ് വരുന്നത്. അപ്പൊ ഒരു പുതിയ ചാനൽ വരുമ്പോഴത്തേക്കും അത് ആളുകൾ കണ്ടു തുടങ്ങിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു. അത് പിന്നീട് ആളുകൾ ഏറ്റെടുത്തപ്പോഴത്തേക്കും ഓക്കെ. പിന്നെ എനിക്ക് ഒരു പേടി ഒരു സാധനം ഇല്ല. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ നമ്മളിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കും എനിക്ക് ടെൻഷനാ. എനിക്ക് എന്ന് വെച്ചാൽ കുറെ ആളുകൾ ഇപ്പം ഇവിടെ നമ്മൾ വളരെ ചുരുങ്ങിയ ലിമിറ്റഡ് പീപ്പിൾസേ ഉള്ളൂ. എങ്കിൽ പോലും എനിക്കൊരു പ്രശ്നമാ കുറച്ച് ആളുകൾക്ക് മുമ്പിൽ ഇരുന്നിട്ട് മിണ്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ എന്റെ ഹലോ മലയാളം ഫ്ലോറിലാണെങ്കിൽ ഞാനും എന്റെ ക്യാമറമാനും മാത്രമേ ഉള്ളൂ. നിൽക്കുന്ന ക്യാമറയും നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് പറയാം. അപ്പൊ അത് കുറെ വർഷമായിട്ട് ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ
ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഭാഗമാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുമായിട്ടൊക്കെ അത് കൂടെ ഉള്ളത് കൊണ്ട് അതിനൊരു ടെൻഷൻ വരില്ല. പക്ഷെ അതല്ലാതെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാനിപ്പോൾ ഒരു പൊതുപരിപാടിയിലൊക്കെ ഇപ്പം ചിലർക്ക് നമ്മളെ ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കും. അതെ. അവിടെ ചെന്നാലും ഞാൻ മാക്സിമം ഞാൻ പോവാറേ ഇല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്നുകിൽ ഷോ ഉണ്ട്, അല്ലെങ്കിൽ ആൾക്കാരില്ല, ലീവ് എടുക്കാൻ പറ്റില്ല, ചുമ്മാ എനിക്ക് പോവാൻ എനിക്ക് പേടിയാ. സത്യമായിട്ട് എനിക്ക് വാക്കുകൾ കിട്ടില്ല. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പറയണ്ടേ, പറയാനുള്ളൊരു സാധനം കിട്ടില്ല. ഇപ്പം നമ്മുടെ ഓഫീസിൽ തന്നെ എന്തെങ്കിലും ഒരു ഇവന്റ് നടത്തുകയാണ്, ഇപ്പം ചാനലിൽ ഓൺ എയർ കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഷൂട്ട് ചെയ്യണം, എന്നെ ആങ്കറായിട്ട് വിളിച്ചാൽ പോലും മുകളിലും താഴെയുള്ള എല്ലാവരും വന്നാൽ ഡെസ്ക് നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് മനസ്സിലാവും. അതായത് ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രമേ ഉത്തരം പറയാൻ അറിയില്ല എന്ന് നമുക്ക് കണക്ട് ആവുമല്ലോ. അതുപോലെ കുറച്ച് ഇന്റർവേർട്ട് ആയിട്ടുള്ള എന്നാൽ കുറച്ചും കൂടി ആംബിവേർട്ട് എന്ന് പറയാം, കുറച്ചും കൂടി നമുക്ക് അറിയുന്ന ആളുകളുടെ മുമ്പിൽ നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ. ഇപ്പൊ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് എന്താ അറിയാം, ഇപ്പൊ ഒരുപാട് ഫാൻസ് ഉണ്ട്, ആരാധകരുണ്ട്, സിംഗിൾ ആണോ എന്നത് ആളുകൾക്ക് അറിയാനുള്ള മെയിൻ ആണ്. ഇപ്പൊ ഈ ഇന്റർവ്യൂ ഇരുന്ന് കാണും, ഒറ്റ ഒരു കാരണമല്ലോ, സേതുലക്ഷ്മിയെ കൂടുതൽ അറിയണം, ആളുകൾക്ക് ഇതായിരിക്കും ആഗ്രഹം. ഇല്ല, അങ്ങനെ അത് തന്നെ ആ മുഖത്തുണ്ട്, നിങ്ങളത് മനസ്സിലായിക്കൂടാ. അത് മതി, അത് മതി. നമുക്കൊരു റാപ്പിഡ് ഫയർ, ഒരു എസ് ഓർ നോ, സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ആദ്യത്തെ ചോദ്യം എസ് ഓർ നോ പറഞ്ഞ അതിന്റെ റീസണും ചോദിക്കും എന്തുകൊണ്ടാണെന്ന്. ഓക്കെ, ആദ്യത്തെ, സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല. ചാൻസസ് വന്നിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല, മറ്റേ ഗസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ വാർത്തവായല് കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, ഒരു നായികയായിട്ട് സേതുലക്ഷ്മിയെ കണ്ട് വിളിക്കുകയാണ്. എനിക്കില്ല, എനിക്ക് എസ്ഒന്റെ ക്വസ്റ്റ്യൻ അല്ല, എങ്കിലും ഞാൻ പോവില്ലായിരിക്കും. പോവാത്തതിനുള്ള റീസൺ പറയണ്ടേ? റീസൺ പറയുന്ന വെച്ചാൽ എനിക്ക് എല്ലാ മേഖലയിലും ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ആളുകൾ എന്ന് വെച്ചാൽ സിനിമയിലുള്ള നടൻ അഭിനയിക്കുന്ന എല്ലാവരോടും എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കാണെങ്കിൽ ഒരു 10 പേരുള്ള സ്ഥലത്ത് എനിക്ക് ഒന്ന് നിൽക്കാൻ പോലും പറ്റില്ല, എനിക്ക് വിറയ്ക്കും, എന്താ പറയണ്ടേന്നൊക്കെ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കള്ളം ചെയ്തിട്ടൊന്നുമല്ല, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷെ ഇവര് ഒരു 100-100 ആൾക്കാർ നിൽക്കുമ്പോഴത്തേക്ക് ഇവർ ഇത്രയും കാര്യങ്ങൾ ചെയ്യണ്ടേ, അഭിനയിക്കണ്ടേ, അതും വേറെ ക്യാരക്ടറായിട്ടൊക്കെ മാറി ഇവര് ചെയ്യണ്ടേ. അതെ, അപ്പൊ എനിക്ക് ഭയങ്കര റെസ്പെക്ട് അവരോട്. എനിക്ക് അതിനൊരു ടാലന്റ് ഇല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ സിനിമയിൽ തൽക്കാലം അഭിനയിക്കുന്നില്ല. ഓക്കെ, കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളോട് ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഓ ഉണ്ട്. പിന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. മനസ്സിന്റെ കോണിൽ മനസ്സിന്റെ കോണിലൊക്കെ അങ്ങ് സൂക്ഷിക്കും. പിന്നെ 2 ദിവസം കഴിയുമ്പോ അങ്ങ് പോകും. കാരണം ഇവരെ അടുത്തറിഞ്ഞു. ഇപ്പം ആദ്യമൊക്കെ കാണുമ്പോ കൊള്ളാലോ അങ്ങനെയൊക്കെ തോന്നും. പിന്നെ കുറച്ചേ കഴിയുമ്പോ അത് കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ദൂരെ നമ്മൾ കാണുന്ന ഒരു സാധനം അവിടെ ഇരുന്ന് കണ്ടാ മതി, അടുത്ത് അങ്ങോട്ട് പോണ്ട. പെമ്പിളർക്കാണെങ്കിൽ ചിലപ്പോ ഇത് കണക്ട് ആവാം. ഓക്കെ, അപ്പൊ തോന്നിയിട്ടുണ്ട്, പറഞ്ഞിട്ടൊന്നുമില്ല, 2 ദിവസം തോന്നും. ഓക്കെ, അടുത്തത്, ഏതെങ്കിലും ഒരു കോ ആങ്കറോട് അസൂയ തോന്നിയിട്ടുണ്ടോ? അസൂയ അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ആങ്കർ ചോദിക്കണം, ഒരു ന്യൂസ് റിപ്പോർട്ടർ, റീഡർ ചോദിക്കുകയാണെങ്കിൽ ഒരു ഫേവറേറ്റ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ശ്യാമിലി ശശിധരൻ. ഇഷ്ടാണ്. എന്തുകൊണ്ടാ? ബെസ്റ്റ് ഫ്രണ്ടാ. ഫോട്ടോ ഞങ്ങൾക്ക് വെട്ടിയൊട്ടിക്കാം. അല്ല, നമ്മളെ കുറച്ച് ഫണ്ട് ഇവിടെ പോകുന്നു. എന്തുകൊണ്ടാണ് ആളുടെ ഇഷ്ടം വെട്ടിയൊട്ടിക്കാം? ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇപ്പം അല്ലാതെ ഇപ്പൊ നമുക്ക് അസൂയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം അതുപോലെ ആവണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പം ഷാനി ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷാനി ചേച്ചിയുടെ സ്ക്രിപ്റ്റ് എനിക്ക് ഇഷ്ടമാണ്, പറയുന്ന സാധനങ്ങളുടെ സ്ക്രിപ്റ്റ് ഇഷ്ടമാണ്, ആ ഒരു ഡെലിവറിങ് ഇഷ്ടമാണ്. ഇപ്പം ഷാനി ചേച്ചിയുടെ ചർച്ചകളൊക്കെ കാണുമ്പോഴത്തേക്കും ഇനി ആരെന്ത് പറഞ്ഞാലും ഷാനി ചേച്ചി ഇങ്ങനെ ഇരിക്കും, ഇരുന്നിട്ട് പറയേണ്ടതൊക്കെ പറയും, പക്ഷെ എല്ലാം ഭയങ്കര സമാധാനമാണ്. അപ്പം അങ്ങനെയൊക്കെ ആവാൻ പറ്റുക, അല്ലെങ്കിൽ ആ ഒരു തലത്തിലോട്ടൊക്കെ ആവാൻ പറ്റുക, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് ഷാനി ചേച്ചി. അതേപോലെ ഇപ്പം സിന്ധു സൂര്യകുമാർ, ഇപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകരൊക്കെ പോലെയൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് ആയാൽ, ആ തലത്തിലോട്ടൊക്കെ വന്നാൽ കൊള്ളാം. ഇപ്പം അഭിലാഷ് ഏട്ടൻ, എല്ലാവരെയും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്, അല്ലാതെ അസൂയ തോന്നിയിട്ടില്ല. വിവാദങ്ങൾ സൃഷ്ടിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടോ? ഓ ഇല്ല. വിവാദങ്ങൾ വേണ്ട, എനിക്ക് മനസ്സമാധാനമാണല്ലോ, സമാധാനം. ചിലതൊക്കെ ചെയ്യുമ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം പറയുന്നത് കണ്ടന്റ് അല്ല, ഇപ്പം ആ ബ്ലൗസിന്റെ കാര്യം തന്നെ അതൊരു വിവാദമായി. അത് നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതെങ്ങനെയോ വന്നു. ഉറക്കം കരുതിയിട്ടുണ്ടായിരുന്നു ഈ നമ്മൾ വിചാരിക്കാത്ത കാര്യമൊക്കെ വാർത്തയാകുമ്പോ ആളുകൾ അത് ഏറ്റുപിടിക്കുമ്പോ? എനിക്കങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ഞാൻ ചെയ്ത ഒന്നും
ഇതുവരെ ഒരു വിവാദത്തിലോട്ടൊന്നും പോയിട്ടൊന്നുമില്ല. ഇല്ല. ഞാൻ ചോദിച്ചത് മറ്റേ നമ്മൾ വിചാരിക്കാതെ ബ്ലൗസിന്റെ ആണെങ്കിൽ കൂടെ ആളുകൾ അത് ചർച്ച ചെയ്യാവുന്ന സമയത്ത് അത് ഇല്ല, അത് എന്നെ ഒട്ടും ബാധിച്ചിട്ടില്ല. ഒരു തരുമ്പോ എന്നെ അത് ബാധിച്ചിട്ടേ ഇല്ല. ഞാനത് ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞ കണ്ടന്റിൽ ആർക്കും പ്രശ്നമില്ല. അവരുടെ പ്രശ്നം ആ ബ്ലൗസ് ആണ്. അപ്പൊ അതെന്നെ ബാധിക്കുന്നത്. അത് എന്റെ ഒരു ഇഷ്ടമാണല്ലോ, എന്റെ ഒരു കംഫർട്ടബിൾ. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ആ ഡ്രസ്സിൽ. അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് അതിന്റെ പ്രശ്നം. എനിക്കത് ഇഷ്ടമായി. ഓക്കെ, ഞങ്ങൾക്ക് ചിലര് പറയും ഇപ്പം മീഡിയ ഫീൽഡിൽ വരുമ്പോൾ ചില ഡ്രസ്സുകൾ ഇടുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. മലയാളി പ്രേക്ഷകർ അവരെങ്ങനെ എടുക്കും എന്നൊരു ടെൻഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇടുമ്പോൾ നമുക്ക് ഒരു മോട്ടിവേഷൻ, യെസ് ഞങ്ങൾ ഇടും, ആ ഒരു ഫീലാണ് ഞങ്ങൾക്ക് കിട്ടുക. മലയാളികളെ വിഡ്ഢികളാക്കാൻ എളുപ്പമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഒട്ടുമല്ല. മലയാളികൾ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരാ. ഇപ്പൊ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്, ഇപ്പൊ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇവന്റ് ഒക്കെ വരുന്ന സമയത്ത്, അതല്ലെങ്കിൽ തന്നെ നമ്മൾ പുറത്തേക്ക് നമ്മുടെ നാട്ടിലെ ഓട്ടോ ചേട്ടന്മാരെടുത്ത് അല്ലെങ്കിൽ ടാക്സി ഡ്രൈവർമാരെടുത്ത് ഇവരുടെ അടുത്തൊന്നും പോയി നമുക്ക് ഫ്രീ ആയിട്ട് രാഷ്ട്രീയം പറയാൻ പറ്റില്ല. ഒരു 10 ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും. എന്ന് വെച്ചാൽ ഈ വാർത്തകളൊക്കെ അരച്ച് കലക്കി കുടിച്ച് എല്ലാം അറിയാവുന്ന ആളുകളാണ് മലയാളികൾ. അതിപ്പം ഒരാളെന്നല്ല, എല്ലാവരും. ഇപ്പൊ നമ്മൾ പറയുമായിരുന്നു ജെൻസി തലമുറയിൽ വരുന്ന പിള്ളേർ, അവർക്ക് വാർത്താബോധം ഇല്ല, അവര് റീൽസ് കണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് പറയും. ആ പിള്ളേരാണ് ജന്തർ മന്ദിറിൽ പോയി സമരമുണ്ടാക്കി ഒരു കേന്ദ്രമന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ചതല്ലേ. അതൊരു ജെനുവിൻ ഇഷ്യൂ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, അപ്പൊ നിങ്ങൾ അവിടെ തുടരാൻ യോഗ്യരല്ല, അതിന് ഞങ്ങൾ എന്തൊക്കെ ചെയ്യണോ അത് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് രാജിവെപ്പിച്ചു. അത് ഇവിടുത്തെ ജെൻസി തലമുറയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് പോയി അവർക്ക് പിന്തുണ കൊടുക്കുകയും ഒക്കെ ചെയ്തത്. അപ്പം മലയാളികൾ ഭയങ്കര അടിപൊളിയാണ്. എല്ലാ നല്ല വാർത്ത, എന്നെക്കാളും വാർത്താബോധമുള്ള ആൾക്കാരാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ. അപ്പം ഞാനും അതിനൊത്ത് അപ്ഡേറ്റ് ആവണം. ഈ ന്യൂസ് ചർച്ചകളിൽ ഗസ്റ്റുകളുടെ പേരുകൾ തെറ്റായിട്ട് വായിച്ചിട്ടുണ്ടോ? തെറ്റായിട്ട് അങ്ങനെ വായിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ ചിലപ്പോഴൊക്കെ ഞാൻ മറന്നുപോകും ഗസ്റ്റിന്റെ പേര്. ഞാൻ തന്നെ വിളിക്കുന്ന ഗസ്റ്റ് ആയിരിക്കും, പക്ഷെ ചില സമയത്ത് ഇങ്ങനെ വന്നിട്ട് പേരെന്താണ് അങ്ങനെ മറന്നുപോകും. പിന്നീടൊക്കെ ഓർമ്മ വരും. അല്ല, സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ആ സമയത്ത്? ശ്രീമതി ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ് ചെറുതായിട്ടൊക്കെ ഒന്ന് തിരിഞ്ഞ് അങ്ങനെ അങ്ങ് ആവും. ഇപ്പം ഇന്ന് തന്നെ അങ്ങനെ ഒരു പറ്റിയായിരുന്നു. പേര് പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ഓക്കെ പേരിതാണ്. പെട്ടെന്ന് നമ്മളിപ്പം കൊറേ കാര്യങ്ങൾ വരില്ലേ തലയിൽ കൂടെ, 100 കാര്യങ്ങൾ വരും. അപ്പം അത് 100 കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം ഗസ്റ്റ് വന്നിരിക്കുമ്പോഴത്തേനും ഗസ്റ്റിനെ വെൽക്കം ചെയ്യണം. ആദ്യത്തെ ഒരു ചോദ്യം ആ സമയത്ത് തലയിൽ ഫ്രെയിം ചെയ്തെടുക്കണം. എന്നുവെച്ചാൽ ആദ്യം വിളിക്കണം, പിന്നെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഇവരൊന്ന് കംഫർട്ടബിൾ ആക്കി ഇവരുടെ അടുത്തുള്ള ആദ്യത്തെ ഒരു ചോദ്യം ഒന്ന് ഫ്രെയിം ചെയ്തൊക്കെ എടുക്കണം. ഇവര് പെട്ടെന്ന് ഉത്തരം പറഞ്ഞു കഴിയുകയാണെങ്കിൽ അടുത്തൊരു ചോദ്യം എന്താവും അങ്ങനെ ചോദിക്കണം. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ വരുമായിരിക്കും. അതിനിടയ്ക്ക് PCR എന്നൊക്കെ ചിലപ്പം ചില ഇൻസ്ട്രക്ഷൻസ് വരും. ഇപ്പം ഗസ്റ്റ് കണക്ട് ആകില്ല, അതല്ലെങ്കിൽ ഗസ്റ്റിനോട് ഇങ്ങനെ ചോദിക്കണേ, അങ്ങനെയൊക്കെ ചില സമയത്ത് പറയും. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കേ മാറാൻ പാടില്ല, നമ്മൾ ഓണർ ആയിരിക്കുമല്ലോ, ആരാ വന്നിരിക്കുന്നത്, അങ്ങനെ നിന്നു പോകും. തെറ്റിച്ചു വെച്ചിട്ടില്ല. എളുപ്പല്ലേ ഇതൊന്നും? അതല്ല, എളുപ്പമല്ല. എളുപ്പമാണെങ്കിൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഓക്കെ, അടുത്തത് ഈ ഞെട്ടിക്കുന്ന വാർത്തകള് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ ആരോടും പറയാണ്ട്? എന്ന് വെച്ചാ ഇപ്പൊ ഒരു വാർത്ത അറിഞ്ഞു, അതിപ്പം അധികം പുറത്തേക്ക് വിടാൻ പാടില്ല, പക്ഷെ അതാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വെച്ചിരിക്കുക ആരോടും പറയാതെ. അങ്ങനെ ഒരു എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ചില വാർത്തകൾ പുറത്തു വിടാനായിട്ടില്ല. ഓക്കെ, അത് അങ്ങനെ കുറെ വന്നിട്ടുള്ളത് ഈ മരണ വാർത്തകളൊക്കെയാ. അപ്പം ചില ആളുകളൊക്കെ ഈ നമുക്കറിയായിരിക്കും, ഇപ്പം ഗ്രൂപ്പിലൊക്കെ വരും. നമുക്ക് ബ്രേക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്. ബ്രേക്കിംഗ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ റിപ്പോർട്ടർമാരും വാർത്തകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ്. ഒരു ദിവസം എനിക്ക് തോന്നുന്നു കുറഞ്ഞൊരു 1000, 1500 അത്രയൊക്കെ വാർത്തകൾ വരുമായിരിക്കും. ചെറുതും വലുതുമായിട്ടൊക്കെ വരുമായിരിക്കും. 1500 അല്ല, അതിൽ കൂടുതലൊക്കെ വരും. ചില സമയത്തൊക്കെ എനിക്ക് 730 നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിരിക്കും ബ്രേക്കിംഗ് ഗ്രൂപ്പിൽ. അപ്പൊ അത്രയും വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനിടയ്ക്ക് ചിലപ്പോ ഈ ആരെങ്കിലുമൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കും, മരിച്ചു, പക്ഷേ ഡിക്ലെയർ ചെയ്യാറായിട്ടില്ല, ഒന്ന് ഓർമ്മിച്ച് ഒന്ന് തലയിൽ വെച്ചെങ്കിൽ. ഇപ്പൊ അങ്ങനെ വന്നത് മൻമോഹൻ സിംഗിന്റെ മരണ സമയത്ത് നമ്മൾ നേരത്തെ വാർത്ത വന്നായിരുന്നു മൻമോഹൻ സിംഗ് അന്തരിച്ചു എന്നുള്ളത്. പക്ഷെ അപ്പോഴും ഞാൻ ചോദിച്ചുകൊണ്ട് മറ്റേ റിപ്പോർട്ടറിനോട് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്, പുതിയ അപ്ഡേറ്റ് എന്താ, പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ എങ്ങനെയാ, അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ അതിനെയൊക്കെ വേണമെങ്കിൽ ഒളിപ്പിച്ച് വെച്ച വാർത്ത എന്ന് പറയാം. എന്നുവെച്ചാൽ അവര് ഒഫീഷ്യലി ഇവര് ഡിക്ലെയർ ചെയ്യണമല്ലോ. ഔദ്യോഗികമായിട്ടൊരു വിവരം വരാതെ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അറിയാം, നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ വരാനും പാടില്ല. വരാനും പാടില്ല. പണ്ട് ഞാൻ കേരള മുതലായിരുന്ന സമയത്ത് അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട്.
പിന്നെ അത് ഞാൻ കാരണമല്ല, സ്ഥാപനത്തിന് ഇതുപോലെ വാർത്ത നേരത്തെ അറിഞ്ഞു, അവര് നേരത്തെ കൊടുത്തു. നേരത്തെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് അവരുടെ ഫാമിലി കേസൊക്കെ കൊടുത്തു. പക്ഷെ സംഭവം വെച്ചാൽ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവരുടെ ഫാമിലി അത് ഡിക്ലെയർ ചെയ്തത്. നമ്മൾ 2 ദിവസം മുമ്പേ കൊടുത്തു. ഓക്കെ. ചർച്ചകൾക്കിടയിൽ 2 ഗസ്റ്റുകൾ വഴക്കിടുമ്പോ റേറ്റിംഗ് കൂട്ടാൻ ഇടപെടാതെ ഇരുന്നിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ചർച്ച അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇടപെടേണ്ടി വന്നിട്ടില്ല. എങ്ങനെ ചർച്ചകൾ അങ്ങനെ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ ചെയ്യോ? എങ്ങനെയാ? ചെയ്യുന്നതിന് മടിയൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ക്യാമറയും ഞാനും മാത്രം അല്ല, അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ എന്റെ ഷോയിൽ എല്ലാ ദിവസവും ഗസ്റ്റ് വരാറുണ്ട്. ഇപ്പം പക്ഷെ ഇവര് ഒന്നിച്ചല്ല, പല സമയങ്ങളിലായിട്ട്. ഇപ്പൊ ഇന്ന് 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഗസ്റ്റ് വരും. പിന്നെ നമ്മളിപ്പം ഇലക്ഷന്റെ ടൈമിലൊക്കെ നമുക്ക് ചിലപ്പം ഇത് മോഡറേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു റേറ്റിംഗിന് വേണ്ടി ഒന്നും കൊടുക്കാറൊന്നുമില്ല. പിന്നെ അവർ 2 പേരും ഒരു വിഷയത്തിൽ 2 അഭിപ്രായം പറയുകയാണെങ്കിൽ അവരൊന്ന് പറഞ്ഞു തീർക്കട്ടെ, അങ്ങനെ വിചാരിക്കാം. സമയം കൊടുക്കാം. അതെ, ഒരു മനസ്സ് തുറക്കട്ടെ എന്നൊക്കെ വിചാരിക്കാം. എന്തായാലും കോണ്ടന്റ് കിട്ടിയാ മതി, റേറ്റിംഗ് കൂടിയാ മതി, മനസ്സ് തുറന്നിട്ട്. അത് റേറ്റിംഗ് അല്ല, റേറ്റിംഗ് അങ്ങനെ ഒരു പ്രഷർ ഉണ്ടാവില്ലേ ശരിക്കും നിങ്ങൾക്ക്? അങ്ങനെ പ്രഷർ എന്ന് വെച്ചാ ഓഫ് കോഴ്സ് പ്രഷറൊക്കെ ഉണ്ട്. ഇപ്പം മാർക്ക് കുറയുന്ന സമയത്താണെങ്കിൽ ഇപ്പൊ നമ്മൾ 5ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. 5ാം സ്ഥാനത്ത് നമ്മൾ പെട്ടെന്ന് 6ാം സ്ഥാനത്തേക്ക് പോയാൽ പ്രഷർ വരും. എന്താ ചെയ്തുകൊണ്ടിരുന്നത്, എന്താ പോയെന്നൊരു ചോദ്യം വരുമല്ലോ. നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് അത് പോയത്? നിങ്ങൾ അവിടെ, നമ്മളിപ്പം 5ൽ നിൽക്കുന്ന ആള് 4ലോട്ട് കയറണം അല്ലേ, അല്ലാതെ 6ലോട്ട് പോകുമ്പോഴത്തേക്കും മുതലാളി പ്രശ്നം ഉണ്ടാക്കൂല. അങ്ങനത്തെ ഒരു പ്രഷർ ഓഫ് കോഴ്സ് ഉണ്ടാവാറുണ്ട്. അതല്ലാതെ പ്രശ്നമൊന്നുമില്ല. ഈ ഒട്ടും പ്ലാൻ ചെയ്യാതെ ഈ ഒരു മേഖലയിൽ വന്ന ഒരാള്, ഫ്ലോ പോലെ പോകുന്ന ആള്, എങ്കിലും ഈ ഇത്ര വർഷത്തെ ഒരു ജേർണിയില് ഭയങ്കര പ്രൗഡ് മൊമെന്റ് നമുക്ക് സ്വയം തോന്നില്ല, ഭയങ്കര പ്രൗഡ് ഫീൽ തോന്നിയ ഒരു മൊമെന്റ് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും പറയാ? പ്രൗഡ് ആവാന്നൊക്കെ ചോദിച്ചാ അങ്ങനെ ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒരു ഇവന്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു അത് വലിയ സക്സസ് ആവുക, അങ്ങനെയല്ല. പ്രൗഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു, അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഹേറ്റേഴ്സ് ഇല്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതൊരു പ്രൗഡായിട്ട് തോന്നാറുണ്ട്. അപ്പം പിന്നെ വേറൊന്നിൻ്റെയും പുറകെ പോയി വള്ളി പിടിക്കാറില്ല ഞാൻ. അപ്പം അതും കൂടെയൊക്കെ കൊണ്ടായിരിക്കും ഒരു പ്രൗഡെന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടിയ ചെറിയ ഒരു സമയത്ത് തന്നെ കുറേ ഉത്തരവാദിത്തമൊക്കെ കിട്ടിയതുപോലെ എനിക്ക് തോന്നാറില്ല. ഉത്തരവാദിത്തങ്ങളുണ്ട്, കിട്ടിയിട്ടുണ്ട്. അതൊരു പക്ഷേ എനിക്കൊപ്പം ജോലി തുടങ്ങിയ പലർക്കും കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഞാൻ പ്രൗഡാണ് അതിൽ. എങ്കിലും ഒരു ഗോൾ ഉണ്ടോ? ഇപ്പൊ ഒരു ഗോളും ഇല്ലാതെ വന്ന ഒരാൾക്ക് ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഒരു ഗോൾ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഗോൾ ഇല്ല. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പം പൽക്കി ശർമ്മയൊക്കെ പോലെ ആവണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അതല്ലാതെ ഒരു ഗോൾ എന്ന് പറയാൻ അങ്ങനെയൊന്നും ഇല്ല. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകണം. നമുക്ക് എനിക്ക് ഒട്ടും ടെൻഷൻ എടുക്കാൻ പറ്റാത്ത ആളാണ് ഞാൻ. ഒരു തരുമ്പോ എനിക്ക് ടെൻഷൻ എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നാൽ ഞാൻ മൊത്തത്തിൽ തകർന്നു പോകും. എനിക്ക് എഴിക്കാൻ പറ്റില്ല. ആ ഒരു പ്രശ്നം എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും വേണ്ടത് മനസ്സമാധാനമാണ്. മനസ്സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും എന്തും ചെയ്യാൻ പറ്റും. അങ്ങനെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റണം. നമ്മൾ മറ്റൊരാൾക്കും നമ്മളാൽ ദ്രോഹങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. എല്ലാവരും ഓരോ മനുഷ്യരാ, എല്ലാവർക്കും അവരുടേതായ ഓരോ ബലഹീനതകളും ഒക്കെ ഉണ്ട്. അതിനെയൊക്കെ അറിഞ്ഞ് കണ്ട് നമുക്ക് അവർ പറ്റിയില്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോവാതെ, അവരെ കൂടുതൽ ശല്യപ്പെടുത്താതെ അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോവുക, അത്രേ ഉള്ളൂ. അതല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല എനിക്ക്. സമാധാനമാണ് ഏറ്റവും പ്രധാനം അല്ലേ? അങ്ങനെ തന്നെയല്ലേ എല്ലാവർക്കും? അങ്ങനല്ലേ? സത്യം. സമാധാനം ഇല്ലാതെ നമുക്ക് കുറേ കാശുണ്ട് എൻ്റെ കയ്യിൽ, പക്ഷെ എനിക്ക് സമാധാനം ഇല്ല. അതിലെ കാര്യമില്ല. ഇപ്പം കുറേ ഞാൻ റീലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പണം വേണം, പണം ഉണ്ടെങ്കിൽ പകുതിയിലധികം കിട്ടും. ഭയങ്കര ശരിയാ. പൈസ ഉണ്ടെങ്കിൽ ഒരു 100-90% പ്രശ്നവും കഴിഞ്ഞു. പക്ഷെ ഇത്രയും പൈസ ഉണ്ടായിട്ട് സമാധാനം ഇല്ലെങ്കിലോ എന്നും പ്രശ്നവും ടെൻഷനും ഡിപ്രഷനും ഇങ്ങനെ ആയിട്ട് കുറെ കാശുണ്ടായിട്ട് കാര്യമില്ല അല്ലേ? അപ്പം കാശും വേണം, അതിനൊപ്പം സമാധാനവും വേണം. എല്ലാം ഈക്വൽ ആയിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും സംസാരിക്കുമ്പോൾ, അതായത് ഇപ്പൊ ന്യൂസ് ഡെസ്കിലാണെങ്കിലും സ്റ്റുഡിയോയിലാണെങ്കിലും ഒത്തിരി വാർത്തകൾ നമ്മൾ കാണുമല്ലോ. അപ്പൊ അങ്ങനെ ലൈഫിൽ അങ്ങനെ ഒരു
ലൈഫിലേ തന്നെ ഒരു മാറ്റം വന്ന നമ്മുടെ ചിന്തയെ മാറിപ്പോയ ഇത്രയും ഡെയിലി വാർത്തകൾ, ഞാനൊരു സമയത്ത് ന്യൂസിൽ വർക്ക് ചെയ്ത സമയത്ത് ഒരുപാട് വാർത്തകൾ കാണുമ്പോൾ നമ്മുടെ ചിന്തകൾ ചിലപ്പോൾ മാറിപ്പോവല്ലോ. അപ്പൊ അങ്ങനെ ഒരു മാറ്റം ലൈഫിൽ മാറി എന്തെങ്കിലും ഉണ്ടോ, ചില ചിന്തകളിലോ കാര്യങ്ങളിലോ? അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. ചില വാർത്തകൾ ഇൻസ്പയർ ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും? എടുക്കേണ്ട സാധനങ്ങളൊക്കെ ആണെങ്കിൽ എടുക്കും എന്നുള്ളതാണ്. ചില വ്യക്തികളൊക്കെ നമ്മളെ സ്വാധീനിക്കുമെന്ന് തോന്നുന്നു. ചില ആളുകൾ, നമ്മൾ പരിചയപ്പെടുന്ന ആളുകൾ, മിണ്ടുന്ന ആളുകൾ, വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മിണ്ടുന്ന പലരും നമ്മളെ സ്വാധീനിക്കും. അങ്ങനെ ഇപ്പം എന്നെ സ്വാധീനിച്ച ആളുകളുണ്ട്. അവരിൽ നിന്ന് എനിക്ക് ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു കാര്യത്തെ നോക്കാനും കാണാനും മിണ്ടാനും എന്തിനാ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരു വൃത്തിയായിട്ട് ഒരു പ്ലേറ്റ് എങ്ങനെ വെക്കണം എന്ന് പഠിച്ച മനുഷ്യർ പോലും ഈ മാധ്യമ മേഖലയിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ യെസ് ഉണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഫേക്ക് ന്യൂസുകളുടെ എണ്ണം കൂടി. ചിലപ്പോൾ നമ്മളൊരു വാർത്ത കാണുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കൂടി വന്നല്ലോ. അപ്പോൾ ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്ന മാധ്യമപ്രവർത്തന നിലയിൽ ഒരു വാർത്ത കാണുമ്പോൾ ഇത് വിശ്വസിക്കേണ്ടതാണോ, അല്ലെങ്കിൽ അതിനെങ്ങനെ മനസ്സിലാക്കുന്നത് എങ്ങനെയായിരിക്കും? അതായത് ഈ പറഞ്ഞ പോലെ വാർത്തകൾ കാണുമ്പോഴത്തേനും അത് സത്യമാണോ അല്ലെന്ന് മനസ്സിലാക്കുക. അതിപ്പോൾ നമുക്ക് എല്ലാ മാധ്യമം ഒരിടത്തൊന്നുമില്ല, ഇപ്പം ന്യൂസ് മലയാളത്തിൽ മാത്രമല്ല, എല്ലായിടത്തും ഒരു ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഡെസ്ക് ഉണ്ട്, കുറച്ച് ആളുകളുണ്ട്. അവരത് നോക്കും, അത് സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യം നോക്കും. ഇപ്പം നമുക്ക് പ്രധാനമായിട്ടും AI വീഡിയോയും ഡീപ്പ് ഫേക്കും നമുക്ക് അധികം അങ്ങനെ പല വീഡിയോസും അങ്ങനെ വരാറുമുണ്ട്. ഇപ്പം പറഞ്ഞ പോലെ എല്ലാം നമ്മൾ ചെക്ക് ചെയ്തൊക്കെ കൊടുക്കുമെങ്കിലും മനുഷ്യന്മാരാണ്, ചിലതൊക്കെ അങ്ങ് പറ്റിപ്പോവും. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം റീസെൻ്റ്ലി ശബരിമല ഇഷ്യൂ വന്നു. അത് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പരിപാടിയിൽ വരുന്നു. അവിടെ മുഖ്യമന്ത്രി, ഓർമ്മയുണ്ടാവും ഒരു പക്ഷേ, അത് ഭയങ്കര വൈറലായിരുന്നു. പിണറായി വിജയനുമായിട്ട് അദ്ദേഹം കൈ കൊടുക്കുന്നതും ചെവിയിൽ എന്തോ പറയുന്നതുമായിട്ടൊക്കെ ഒരു വിഷ്വൽ വന്നായിരുന്നു. അത് പല മാധ്യമങ്ങളും കൊടുത്തു, പക്ഷെ ന്യൂസ് മലയാളം അത് കൊടുത്തിട്ടില്ല. കാരണം അത് ഞങ്ങളുടെ ഫാക്ട് ചെക്കുകാർ അത് പരിശോധിച്ചു, അത് AI ആണെന്ന് മനസ്സിലാക്കി. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇത് പലരും കൊടുത്തായിരുന്നു. ആ സമയത്ത് പലരും കൊടുക്കുകയും മുഖ്യമന്ത്രിയും ഇയാളുമായിട്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട്, മുഖ്യമന്ത്രിയുള്ള ചെവിയിൽ കാര്യം പറഞ്ഞു, ആ തരത്തിൽ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ കുറേ വാർത്തകൾ വരും. അത് AI ആണോ മറ്റ് തരത്തിൽ നിർമ്മിച്ചതാണോ എന്ന് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും മാക്സിമം അത് പല ഘട്ടങ്ങളിൽ പരിശോധിച്ച് പല സോഴ്സുകളിലൂടെ പോയി. ഇപ്പം നമുക്ക് എല്ലായിടത്തും ബ്യൂറോസ് ഉണ്ട്, റിപ്പോർട്ടേഴ്സ് ഉണ്ട്. അപ്പം ഇവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എല്ലാം ചെയ്തിട്ടാണ് കൊടുക്കാറ്. എങ്കിലും പറഞ്ഞ പോലെ മനുഷ്യരാവുമ്പോഴത്തേനും യന്ത്രങ്ങളെ പോലെ അങ്ങനെ പണിയെടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ന്യൂസ് റീഡേഴ്സിന്റെ ഫണ്ണി മിസ്റ്റേക്സ് വീഡിയോസ് ഒത്തിരി വീഡിയോസ് വരും. പക്ഷെ ഒരുപാട് ചിരിക്കാനുള്ള വീഡിയോസ് ഉണ്ട്. ചിലപ്പം നിങ്ങൾ തന്നെ ചിലപ്പോൾ ഇരുന്ന് ചിരിച്ച് കാണാറുണ്ട്. പലപ്പോഴും ലൈവ് സമയങ്ങളിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധങ്ങൾ പറ്റിയേക്കാം. പക്ഷെ അത് ആ അബദ്ധം വരുന്ന സമയത്ത് നമ്മൾ ആരും ചിരിക്കൂല കേട്ടോ. അതെ, പിന്നീട് അത് കാണുമ്പോഴത്തേക്കും കോമഡിയാണ്. പക്ഷെ ആ സമയത്ത് മൊത്തം പെട്ടുപോവില്ലേ. ചിലതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഈ ചിലതിപ്പോ നമ്മള് പറഞ്ഞു പോകുന്ന സാധനങ്ങളുണ്ട്. അയ്യോ, ഇത് ഇപ്പം അങ്ങനെയുള്ളതില് VM സുധീരന്റെ ജന്മദിനം ചരമദിനം എന്ന് വായിക്കുന്നതൊക്കെ ആ സമയത്ത് അത് ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ പലതും വരും. അത് ആ സമയത്ത് പ്രശ്നമായിരിക്കും. ഞാൻ അങ്ങനെ മാതൃഭൂമിയിൽ അരയ്ക്കുന്ന സമയത്ത് ഈ ഏതോ ഒരു സ്ഥലം, ഞാൻ കറക്റ്റ് കൊടുക്കുന്നത് മലപ്പുറത്താന്ന് തോന്നുന്നു. മലപ്പുറത്ത് നായ കടിച്ചിട്ട് ഒരു കുട്ടിക്ക് പരുക്ക് പറ്റിയെന്നുള്ളതിന് ഞാൻ നായ കടിച്ച് കുട്ടി മരിച്ചു എന്ന് വായിച്ചു. ഞാൻ ഓണർ ആ വാർത്ത വായിച്ചു. പക്ഷേ അത് വാർത്ത വായിച്ചിറങ്ങിയിട്ടും ഞാൻ ആ തെറ്റ് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഞാൻ എങ്ങനെ വായിച്ചത് എനിക്കൊരു ബോധമേ ഇല്ല. ഞാൻ ഒന്നാമതപ്പോ ആ സമയത്ത് മാതൃഭൂമിയിലെ വാർത്ത വായിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. വാർത്ത എനിക്ക് തോന്നുന്നു ഒരു 3-ാമത്തെ ദിവസമോ വാർത്ത വായിച്ച് തുടങ്ങി, 3-ാമത്തെ ദിവസവും കൊണ്ടാണ്. അപ്പം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും, പിന്നെ ഞാൻ വായിച്ച വാർത്ത എനിക്ക് അറിയില്ല, ഞാൻ അങ്ങനെ പറഞ്ഞത് പോലും അറിയില്ല. ഇതെല്ലാം വാർത്തയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഇൻപുട്ടിന്റെ ചീഫ് സാർ എന്നെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ചെയ്തു ഒരു വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സാർ? നായ കടിച്ച് കുട്ടിക്ക് പരിക്കാണ്, കുട്ടി മരിച്ചു എന്നാ വായിച്ചതെന്ന്. അത് ഭയങ്കര പ്രശ്നമല്ലേ? ഒരു കൊച്ചിനെ നായ കടിച്ചുവിനെ മരിച്ചു എന്നൊക്കെ ആക്കിയാന്ന് വെച്ചാല്. പിന്നീട് അത് യൂട്യൂബിൽ നിന്നൊക്കെ അത് നീക്കം ചെയ്തു, അങ്ങനെയൊക്കെ പോയി. പക്ഷെ ഇത് കുറെ നാളിന് ശേഷം പിന്നീട് നമ്മൾ കാണുകയാണെങ്കിൽ, ഇപ്പം ഞാനീ പറഞ്ഞ കാര്യം ഒട്ടും ഫണ്ണിയല്ല, പക്ഷെ ഇങ്ങനെ അബദ്ധമൊക്കെ വന്ന് കുറെ കാലത്തിന് ശേഷം
നമ്മളത് വീണ്ടും കാണുമ്പോഴത്തേക്കും അയ്യെന്നൊക്കെ തോന്നി ചിരിക്കാനൊക്കെ തോന്നും. പക്ഷെ ആ മൊമെന്റിൽ അത് ഒട്ടും ഫണ്ണി അല്ല. ഇതിപ്പോ എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ന്യൂസിൽ വരുന്ന ആക്ഷൻസ് എന്തായിരിക്കും? നമുക്ക് ഇതൊക്കെ കണ്ടിട്ടുള്ളൂ, തെറ്റ് പറ്റുന്ന വീഡിയോസ് മാത്രമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതിനുശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ശരിക്കും എങ്ങനെയാ അതിന്റെ നടപടികൾ? ഇപ്പൊ നമ്മള് ഓരോരുത്തരും ഓരോന്നാണ് കേട്ടോ. ഞാൻ പത്രത്തില് പണിയെടുത്തിട്ടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ആ സമയത്ത് നമ്മുടെ സാലറിന്ന് കാശ് കട്ട് ചെയ്യും. ചിലപ്പം ഒരു ദിവസത്തെ പേയ്മെന്റ് കട്ട് ചെയ്യും, അതല്ലെങ്കിൽ ഒരാഴ്ചയിലുള്ള ഓഫ് കട്ട് ചെയ്യും, പിന്നെ എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കേണ്ടി വരും. അങ്ങനത്തെയൊക്കെ പണികളുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഒരെണ്ണം മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ 2-3 അഡീഷണൽ പണി തരും. ഇതെല്ലാം ചെയ്യേണ്ടി വരും. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ നമ്മൾ നിന്നങ്ങ് കേൾക്കണം. ഇത്രയും ആൾക്കാരിരുന്നിട്ടേ നടുക്കുവച്ച്. ഇപ്പം ഞാൻ പണ്ടൊരിക്കല് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് എനിക്ക് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ അതിരപ്പള്ളി എന്ന് പറയുന്ന സാധനം തെറ്റിക്കത്തേ ഇല്ല. കാരണം നമ്മൾ ഈ തുടങ്ങുമ്പോൾ നമുക്കങ്ങനെ അറിയില്ലല്ലോ, ചെറിയ പ്രായത്തിലൊക്കെ ജോലി കിട്ടി വരുന്നതാണല്ലോ. അപ്പം ഞാൻ അതിനെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ന് വായിച്ചു. ഞാൻ കേട്ടിട്ടുള്ളതും ഞാൻ അറിഞ്ഞിട്ടുള്ളതും ഒക്കെ ആതിരപ്പള്ളി എന്നാണ്. എനിക്കറിയാവുന്ന എല്ലാ ആൾക്കാരും പറയുന്നത് ആതിരപ്പള്ളി പോകുന്നു, മറ്റേ ഇവിടെ വാട്ടർ തീം പാർക്കൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോകുന്നു, അങ്ങനെ. അപ്പൊ ആ ഒരു ഓർമ്മ എനിക്ക്. പക്ഷെ എനിക്ക് തന്നിരിക്കുന്ന സ്ക്രിപ്റ്റിനകത്ത് അതിരപ്പള്ളി തന്നെയാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് ആതിരപ്പള്ളിയാണല്ലോ. ഞാനതൊക്കെ അങ്ങനെ അങ്ങ് വായിച്ചിട്ടൊക്കെ വന്നു. അതിനുശേഷം അന്ന് അവിടുത്തെ ന്യൂസ് ഹെഡ് ആയിരുന്ന സാറ് എന്നെ വിളിച്ചിട്ട് 10-20 മനുഷ്യരുണ്ട് അതിനകത്ത്. എന്നിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് ഞാൻ ആതിരപ്പള്ളി എന്ന് വായിച്ചു, തനിക്ക് ബോധമില്ല എന്നൊക്കെ ചോദിച്ചിട്ട്, ആതിരപ്പള്ളി അല്ല അതിരപ്പള്ളി എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടത് മാറ്റിയെടുപ്പിക്കുന്ന പ്രശ്നമില്ല. പക്ഷെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നമ്മൾ ഇങ്ങനെ അങ്ങ് നിൽക്കുക. അപ്പൊ മറ്റേ പിൻ ഡ്രോപ്പ് സൈലൻസും, ആരും മിണ്ടില്ല, എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട് അങ്ങ് കരഞ്ഞ് നിലവിളിച്ച് മനസ്സിനൊക്കെ. എന്നിട്ടും ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കണക്കിന് അങ്ങനെ തിരുത്തി വന്നത് കൊണ്ടാണ് ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റുന്നത്. തുടക്ക സമയമാണ്, നമ്മൾ അങ്ങനെ പറയുന്നത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ ജേർണലിസ്റ്റ് അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഈ പിള്ളേർ പോയി പണി നോക്കാൻ പറയും, അത് വേറൊരു കാര്യം. ഇപ്പം ഒരുപാട് മാറ്റമാ. ഇപ്പൊ നമ്മളിപ്പോ പറയും അത് തള്ളവൈബാന്നൊക്കെ പറയും. പക്ഷെ ഒരു കണക്കിന് നോക്കിയാൽ ഇപ്പം ആരെ നമ്മള് അടിച്ചു വളർത്തണം, അതിനോടൊക്കെ എനിക്ക് വിയോജിപ്പാണ്. അടിച്ചൊന്നും വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല, പറഞ്ഞു കൊടുത്ത് തെറ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോകണമല്ലേ. ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ഈ പണിഷ്മെന്റ് എന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ എക്സ്ട്രാ ഡ്യൂട്ടി ഒക്കെ എടുക്കണം. പിന്നെ ഒരു പേടിയുണ്ട്, ഇപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ എനിക്ക് ഇത്ര പൈസ കിട്ടൂല, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നാണം കെട്ടേണ്ടി വരും. അപ്പൊ നമ്മൾ നന്നായിട്ടിരുന്ന് പഠിക്കും, അതറിയും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ. ഇപ്പൊ ഒരു ജോലി പോയാൽ വേറൊന്ന്, അങ്ങനെ. അതുകൊണ്ട് ഇപ്പം എല്ലാരും അങ്ങനെ അതിനൊന്നും നിൽക്കൊന്നുമില്ല. പക്ഷെ പണ്ടൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. അത് ഒരു കണക്കിന് എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആട്ടോ. ഞാൻ അതിനെ എപ്പോഴും ഇങ്ങനെയൊക്കെ ഇതിപ്പം ഒരു ദിവസമല്ല പല വട്ടങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ആ സമയത്തൊക്കെ വിചാരിക്കുമായിരുന്നു, എന്നോട് ഈ പുള്ളിക്ക് എന്തോ ദേഷ്യമുണ്ട്. ഞാൻ വീട്ടിലൊക്കെ ചെന്ന് പറയുമായിരുന്നു, ജോലി ഞാൻ ലിറ്ററലി രാജിക്കത്ത് പോലും കൊടുത്തിട്ടുണ്ട്. ഞാൻ രാജിക്കത്ത് കൊടുത്തതിന് പുള്ളി എന്റെ മുഖത്ത് അത് മൊത്തം വലിച്ചു കീറി എറിഞ്ഞു. അതിനും എന്നെ കുറച്ച് കറി പറഞ്ഞു. എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. അപ്പോ അങ്ങനെ ഇപ്പം പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഞാൻ പക്ഷെ സാറിന്റെ അടുത്ത് ഇപ്പോഴും ഞാൻ സാറോട് നല്ല കോണ്ടാക്ട്. ഞാൻ ആര് ചോദിച്ചാലും പറയും, എന്നെ മലയാളം പഠിപ്പിച്ച പോലും ശങ്കർ സാറാണെന്ന് പറയും എപ്പോഴും. എന്നുവെച്ചാൽ എനിക്ക് മര്യാദയ്ക്ക് ഒരു വാക്ക് പറയാൻ പോലും അങ്ങനെ. ഇപ്പൊ നമ്മളൊരു സ്ഫുടമായിട്ട് സംസാരിക്കുക. ഇപ്പം പണ്ട് നമ്മൾ പഠിക്കുന്ന കായ് ഖഗായ് ഖങ്ങ, അതിനെ അങ്ങനെ പറയണ്ടേ. ഓരോ ഖാക്കിത് ഓരോ ഖാ ഉണ്ട്, ആ ഖാകളെല്ലാം ഇങ്ങനെ വേണം ഉച്ചരിക്കാൻ. ഇതൊക്കെ എനിക്ക് പറഞ്ഞ ശങ്കർ സാറാ. അപ്പോൾ അന്ന് അദ്ദേഹം എനിക്ക് അങ്ങനെ പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ നിന്ന് ചീത്ത കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒട്ടും എഫേർട്ട് ഇടില്ലായിരുന്നു അത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പക്ഷെ അല്ലാതെയും പുള്ളിക്ക് പറഞ്ഞു തരായിരുന്നല്ലേ. പക്ഷെ എനിവേസ് ഞാൻ പുള്ളിയോട് എപ്പോഴും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് അതിന്. തെറി പറഞ്ഞതിനല്ല, എങ്ങനെയാണെങ്കിലും നമ്മളെ തിരുത്തി ശരിയാണ് കൊണ്ടുവന്നല്ലോ. ഈ ന്യൂസ് റീഡിങ് കാണുന്ന ചെയ്തു ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് റീഡിംഗ് എന്ന് ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. സംസാരിക്കുന്ന രീതിയും പറയുന്ന രീതിയൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പം നമ്മൾ കാണുമ്പോൾ ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള ഈ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ ചെയ്തു എന്ന് തോന്നാം. വ്യക്തി ജീവിതത്തിൽ ചെയ്തു എങ്ങനെയാ ഈ ന്യൂസ് റീഡർ നിന്ന് മാറുമ്പോ എങ്ങനെയാ എന്തെങ്കിലും മാറ്റങ്ങൾ, പ്രധാന മാറ്റങ്ങൾ എന്തായിരിക്കും? അങ്ങനെയല്ല, ഞാൻ കുറേയും ഞാനായിട്ട് തന്നെ നിൽക്കണം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഹലോ മലയാളവും ചെയ്യുന്നതാണ് ഞാൻ എപ്പോഴും എൻ്റെ ഒരു പരിമിതിയായിട്ട് കണക്കാക്കുന്ന പോലും എനിക്കൊരു പ്രത്യേക മോഡുലേഷൻ ഇല്ല. ഇപ്പം അതിപ്പോൾ എന്തൊരു വാർത്ത വന്നാലും, ഇപ്പം ഇപ്പൊ ഗസ്റ്റായിട്ട് ആര് വന്നാലും
എനിക്ക് ഒരു മോഡുലേഷൻ ഒക്കെ ഉള്ള ഒരു ശബ്ദത്തിൽ അവരോട് ഒരു ചോദ്യം ചോദിക്കാൻ, ഒരു വാർത്ത വായിക്കണമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനെ പറയാനേ അറിയുള്ളൂ. എല്ലാ കാര്യങ്ങളും ഈ ഒരു രീതിയിൽ പറയാനേ അറിയുള്ളൂ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓഫ് കോഴ്സ് മാറ്റങ്ങളുണ്ട്. ഇപ്പം പ്രൊഫഷണലി നമ്മൾ നിൽക്കുന്നതല്ല നമ്മൾ നമ്മുടെ പേഴ്സണൽ സ്പേസിലുള്ളത്. ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ബാലൻസ് ചെയ്ത് പോകണമല്ലേ. ഇവിടെ പ്രൊഫഷണൽ ലൈഫും ഇവിടെ പേഴ്സണൽ ലൈഫും രണ്ടും കൂടി ബാലൻസ്ഡ് ആവുന്നിടത്താണ് ഒരു റിയൽ നമ്മൾ ഉള്ളത്, രണ്ടിനെയും കൊണ്ടുപോകുന്ന സ്ഥലത്ത്. അപ്പം അങ്ങനെ അതങ്ങ് പോകുന്നു. പ്രൊഫഷണൽ സ്പേസിൽ നമ്മളെല്ലാം എല്ലാ കാര്യങ്ങളും വാർത്ത വായിക്കുമ്പോൾ പോലും അതിനെ ഞാൻ കുറേയൊക്കെ ഒന്ന് സെൻസിറ്റീവ് കൂടിയാണ്. ഇപ്പം വാർത്തകൾ വായിക്കുന്നതിലാണെങ്കിലും വാർത്തകൾ എടുക്കുന്നതിലാണെങ്കിലും ഈവൻ വാർത്തകൾ തയ്യാറാക്കുന്ന രീതിയിൽ പോലും അതൊന്ന് ഞാൻ ഇടുന്ന, ഇപ്പം നമ്മൾ വാർത്തകൾ വായിക്കുന്നതിനെ തയ്യാറാക്കി വെക്കുന്നതിനെ റൺ ഓർഡർ എന്നാ പറയാ, റൺ ഡൗൺ ചെയ്യാന്നാ പറയാം. അപ്പം ഞാൻ എൻ്റെ 5 മണി ബുള്ളറ്റിന് വേണ്ടി ഒരു നല്ലൊരു റൺ ഡൗൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടു. ആ റൺ ഡൗൺ ഇപ്പം അത് ഞാൻ വിചാരിച്ച പോലെ പോയില്ല എങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം, എൻ്റെ മൊത്തം മൂഡ് പോവും. അപ്പം അങ്ങനെ കുറെയൊക്കെ വൈകാരികമായിട്ടൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ എങ്കിലും ഒരു ബാലൻസ്ഡ് ആണല്ലോ നമ്മള് പോവുക. അതെ, അങ്ങനെ ഈ ഇമോഷണൽ ആയിട്ടുള്ള വാർത്തകളൊക്കെ അപ്പൊ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടാവുക? നമുക്ക് ചിലപ്പോൾ ചില വാർത്തകൾ വായിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഭയങ്കര പെയിൻ തോന്നുമല്ലോ, അത്ര സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അങ്ങനെ എനിക്ക് കുറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ന്യൂസ് മലയാളത്തിൽ വന്ന് ഞാൻ ആദ്യമായിട്ട് ഓൺ എയർ കരയുന്നത് എനിക്ക് തോന്നുന്നു വയനാട് ഉരുൾപൊട്ടൽ വന്ന സമയത്ത്. അത് നമുക്ക് ആർക്കും അല്ലേ, എല്ലാവരും അങ്ങ് നെഞ്ച് തകർന്നിരിക്കുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെ ആയിരിക്കും. നമ്മുടെ റിപ്പോർട്ടർമാരും അവരും കരഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ആ സമയത്ത് അതല്ലാതെ ഞാൻ പിന്നെ കുറേയും കൂടിയൊക്കെ ഇങ്ങനെ എന്നെ ഇവിടുത്തെ തന്നെ നമ്മുടെ ഓഫീസിൽ തന്നെ ഞാൻ അതിൽ വിമർശനവും കേട്ടിട്ടുണ്ട്. ഇങ്ങനെ സെൻസിറ്റീവ് ആവരുത് വാർത്തകൾ വായിക്കുമ്പോഴത്തേക്കും, അതിനെ മോശമായ രീതിയിൽ പോലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ എപ്പോഴും ചില വാർത്തകൾ കേൾക്കുമ്പോഴത്തേക്കും വേണം, ആവശ്യമുണ്ടെങ്കിൽ വെച്ചാൽ കരഞ്ഞോ കുഴപ്പമില്ല, പക്ഷെ സ്ഥിരമായിട്ട് കരയുന്നത് പ്രശ്നം, അങ്ങനെയൊക്കെ. ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ ഒരാൾക്ക് ഒരു ആർട്ടിഫിഷ്യലായിട്ട് കരയാൻ പറ്റുമോ? ഈ കണ്ണുനീര് വരണമല്ലോ അല്ലേ, നമ്മൾ ഉള്ളിൽ തട്ടി ഉള്ളിൽ കലങ്ങുമ്പോഴാണല്ലോ, നമ്മള് വേദനിക്കുമ്പോഴാണല്ലോ സങ്കടം വരിക. അപ്പം അങ്ങനെ എനിക്ക് വേദനിക്കുന്നു, ഞാൻ കരയുന്നു, അപ്പൊ അതിലെന്താ കള്ളത്തരമുള്ളേ? അങ്ങനെയൊക്കെ തോന്നി. അങ്ങനെയൊക്കെ എനിക്ക് പേഴ്സണലി തന്നെ സങ്കടം തോന്നിയിട്ടുണ്ട് ചില സമയത്തൊക്കെ. വാർത്തകൾ വായിക്കുമ്പോഴത്തേക്കും എല്ലാ വാർത്തയും അതിൻ്റെതായ രീതിയിൽ നമ്മളിപ്പം ഞാനും നമ്മുടെ ഒരു പ്രേക്ഷകരും അല്ലെങ്കിൽ ദുരന്തം അനുഭവിക്കുന്ന ഒരാളും അല്ലെങ്കിൽ ഈ ദുരന്തം അനുഭവിക്കുന്ന ഒരാളും നമ്മുടെ റിപ്പോർട്ടറും തമ്മിൽ, അല്ലെങ്കിൽ അവരുടെ വാർത്തയും ഇവരെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണല്ലോ നമ്മള്, അല്ലേ? അപ്പം അവര് പറയുന്നതിനെ നമ്മൾ അതേപോലെ ഉൾക്കൊള്ളണം, അതേപോലെ കേൾക്കണം, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് അത് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ അതേ വികാരത്തോടല്ലേ എടുക്കാൻ പറ്റൂ. ഒരാൾ സങ്കടപ്പെട്ടിരുന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരാളിന്റെ അടുത്ത് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത് അവരുടെ മാത്രം പ്രശ്നമാണ്, എന്റെ പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ അതിനെ കേട്ട് പറഞ്ഞ് അതിനെ ഡെലിവർ ചെയ്യാൻ നിന്നാൽ ആ സാധനം, ആ പരിപാടി വർക്കാവില്ല. ഞാൻ അവരെ പോലെ നിന്ന് ചിന്തിച്ച് അവരുടെ പ്രശ്നം അത് എന്റെ പ്രശ്നമായിട്ട് കൂടി എടുത്ത് ഞാൻ സംസാരിച്ചെങ്കിൽ മാത്രമേ അതിനെന്തെങ്കിലും ഒരു പ്രശ്നം ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലസ് അതൊരു രാഷ്ട്രീയ വാർത്ത അല്ലെങ്കിൽ രാഷ്ട്രീയമാണെങ്കിൽ നമ്മൾ അതിനെ 2 തരത്തിൽ നോക്കണം. അത് ശരിയാണോ തെറ്റാണോ, പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ. അത് രാഷ്ട്രീയ വാർത്തകളാകുമ്പോഴത്തേക്കും ശത്രുതയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുമല്ലോ, പ്രതികരണങ്ങളും എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പൊ അതെല്ലാം നോക്കിക്കണ്ട് അവിടെയാണ് നമ്മൾ ഒരു ക്ലെവറായിട്ട് ഒരു സാധനം ചെയ്യേണ്ടത്. അതല്ലാത്തതെല്ലാം ആളുകളുടെ പ്രശ്നങ്ങൾ അത് നമ്മുടെ തന്നെ പ്രശ്നങ്ങളായിട്ട് എടുത്ത് സംസാരിച്ചെങ്കിൽ മാത്രമേ അതിലൊരു, ഞാൻ അങ്ങനെയാന്ന് തോന്നുന്നു. ഞാൻ കുറച്ചധികം വൈകാരികമാണ്. ഏറ്റവും ഒടുവിൽ കരുതുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്ഥാന കായികമേളയില് പേരെനിക്ക് ഓർമ്മയില്ല, ഒരു കുട്ടി, കണ്ണ് കാണാൻ വയ്യാത്ത ഒരു കുട്ടി, അവൻ ഓട്ട മത്സരം അവനാ ഫസ്റ്റ് കിട്ടുന്നത്. അപ്പൊ അവന്റെ ടീച്ചർ നിന്നിട്ട് അവനിങ്ങനെ പറഞ്ഞു കൊടുക്കുക, അത് കേട്ട് അവൻ ഓടി അവന് ഫസ്റ്റ് പ്രൈസ് അടിച്ച് വരുമ്പോഴത്തേക്കും ടീച്ചർ സന്തോഷം കൊണ്ട് അവരിങ്ങ് കരയുകയാണ്. അത് കാണുമ്പോഴത്തേക്കും അത് ഒരു നല്ലൊരു സ്റ്റോറി ആയിരുന്നു. അത് കണ്ട് അന്നാ തോന്നി ഞാൻ ലാസ്റ്റ് ആയിട്ട് ഓണർ കരയുന്നത് കഴിഞ്ഞ കായികമേള. ഓൾറെഡി ഇപ്പം ന്യൂസ് റീഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ കരയാൻ പാടില്ല, ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്ന് സ്വയം അങ്ങനെ പറയാറുണ്ടോ? അല്ലാതെ നോർമലി നമ്മുടെ ഇമോഷൻസ് എന്താണോ അത് കാണിക്കാം എന്നൊരു? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ഫേക്ക് ആയിട്ട് നിൽക്കാറില്ല. ഞാൻ എപ്പോഴും അതാ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു മോഡുലേഷൻ ഇല്ല.
അങ്ങനെ പറഞ്ഞ് സംസാരിക്കാറ്. ഞാൻ എപ്പോഴും ഞാനായിട്ട് തന്നെ നിൽക്കണേ. ഭയങ്കര ഒരു ആ ഓണർ കാണുന്ന ഞാൻ ഒരു റിയൽ മീ തന്നെയാണ്. അതില് വേറെ കള്ളത്തരൊന്നുമില്ല. ഇല്ല. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി പുതിയതായിട്ട്. ശരിക്കും നല്ലൊരു കോൺവെർസേഷൻ. ആൾക്ക് തന്നെ വിശ്വാസമായിട്ടില്ല. സത്യം, നമ്മള് പണ്ട് കണ്ട ഒരുപാട് വർഷം പരിചയമുള്ള ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് സംസാരിക്കാൻ പറ്റിയ ഇന്റർവ്യൂ ആണെന്ന് പോലും തോന്നിയിട്ടില്ല. അപ്പം നല്ല നേരത്തിന് നന്ദി. ഇനിയും കാണണം. ഈ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യാത്ത ആളാണെങ്കിലും ലൈഫ് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. പോയിട്ട് ഫ്ലോയിൽ പോവാ. ഒരുപാട് താങ്ക് യു. ഒരുപാട് സന്തോഷം കാണാൻ സംസാരിക്കാൻ. താങ്ക് യു.